ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടുകുറ്റി ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മുമ്പ് തന്നെ പുട്ടുപൊടി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ പൂളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു നമ്മൾ ഓട്ടപാത്രം ഇല്ലേ, നമ്മൾ ചോറൊക്കെ വാർക്കാനൊക്കെ എടുക്കുന്ന ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ ഇന്ന് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രം വേണം കേട്ടോ അടിയിൽ വെള്ളം വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിൽ മുട്ടയും കൂടെ വെക്കുകയാണ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങക്കകത്ത് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക കേട്ടോ. ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റൂമിലെ ആൻറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയും പൊടിയൊക്കെ ആയിട്ട് സൈഡിൽ ഒരു ചെറിയൊരു വശം മാത്രം മതി. ബാക്കി ഞാൻ പഴം കൂടെ എടുത്തിട്ടുണ്ട്. പഴം കൂടെ സൈഡിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈമും ഗ്യാസും എല്ലാം നമുക്ക് ലാഭിക്കാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പഴം വേറെ മുട്ട വേറെ ആയിട്ടൊന്നും നമ്മൾ ആവിക്കിട്ട് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ, ഇഡ്ഡലി കുക്കറോ എന്തായാലും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു കുടുംബത്തിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. കൂടുതലും ഇതൊക്കെ പ്രവാസികൾക്കായിരിക്കും യൂസ് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുട്ടിൻ്റെ കുറ്റിയൊന്നുമില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും, പുട്ടുണ്ടാക്കാനും നാട്ടിൽ പുട്ട് കഴിച്ചിട്ട് ഒരുപാട് കാലമായല്ലോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കുക. ഒരു ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ സാധാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് കിട്ടും. പൊടിഞ്ഞൊന്നും പോവില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാൽ അറിയാത്തവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നോർമലായിട്ട് ചിരട്ടപ്പുട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അങ്ങനെയാണ് പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഓരോ പീസായിട്ട്. ഒരു ദിവസം കുക്കറിൻ്റെ വാഷർ പോയപ്പോൾ പുട്ടുണ്ടാക്കാൻ ഒരു നിവൃത്തി ഉണ്ടായില്ല, പ്രത്യേകിച്ച് ചേച്ചിക്ക്. പിന്നെ എന്നും അവർക്ക് റവയും അല്ലെങ്കിൽ സേമിയ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരുണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് കുഴപ്പമില്ലല്ലോ, ഇത് നല്ല ഐഡിയ ആണല്ലോ, എനിക്കത് ആദ്യമായിട്ടാണ് അറിയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊരു യൂട്യൂബിൽ നിനക്കൊരു വീഡിയോ ആയിട്ട് കണ്ടൻ്റ് ആയിട്ട് എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ അറിയാത്തവർക്കായിട്ട് ഒരു പുതിയൊരു അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, തേങ്ങ മേലിലിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പകുതി പൊടിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ലെയർ തേങ്ങ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നില്ല, ചെറിയൊരു ലെയറേ ഉള്ളൂ ഇത്. അപ്പോൾ നേരെ ഞാൻ താഴെയും മുകളിലും ആയിട്ട് തേങ്ങ ഇട്ടിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ പഴം വെക്കാമെന്ന്, പഴം മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ പൊട്ടാറ്റോയോ സ്വീറ്റ് പൊട്ടാറ്റോ കുഞ്ഞു മക്കൾക്കൊക്കെ ചെറിയൊരു പീസ്, ഇനിയിപ്പോൾ ഇതായിട്ട് എങ്ങനെ പുഴുങ്ങിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ആവിക്കിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് 3-4 ഐറ്റംസ് നമുക്ക് വേവിച്ചെടുക്കാം. രാവിലെ വൈകി എണീറ്റാലും ഡ്യൂട്ടിക്ക് പോകുന്നവർക്കൊക്കെ ടെൻഷനായിരിക്കും എന്താ ചെയ്യുക. ഒരു പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഓരോ കുറ്റിയായിട്ട് 2-3 കുറ്റിയൊക്കെ ആക്കി എടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് പോകും. അപ്പോൾ ഇതൊന്നും വേണ്ട, 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. മുട്ടയും വെച്ച് കൊടുത്ത് തീയൊക്കെ ഓണാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെക്കണം. ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് അമർത്തി അടച്ചു കൊടുക്കുക. ഇനി ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ടും പഴവും മുട്ടയും ഒക്കെ വെന്ത് കിട്ടും. ഞാനാണെങ്കിൽ ഒരു 10 മിനിറ്റിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. നമ്മൾ അജ്മീയുടെ പുട്ടുപൊടി എടുത്തത്, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. തേങ്ങയിൽ ആ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ട് നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. കൈയൊന്നും പൊള്ളിക്കരുത് ആരും, എല്ലാം നല്ല ചൂടാണ്. പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. മാത്രമല്ല മടിയുള്ളവരുടെ കയ്യിലൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എളുപ്പത്തിൽ കുറുക്ക് വഴി കണ്ടെത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ചെറിയൊരു കുറുക്ക് വഴിയാണ്. അപ്പോൾ കണ്ടില്ലേ, പഴവും മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. പൊടിഞ്ഞൊന്നും പോവാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ LCS ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.